have differing claims on the line of actual control between India and China. ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷത്തിൽ 20 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ രേഖപ്പെടുത്താത്ത അതിർത്തികളിലൊന്നാണ് ഇന്ത്യ ചൈന അതിർത്തി. വ്യക്തമായ അതിർത്തി നിർവചിച്ചിട്ടില്ലാത്ത പല സ്ഥലങ്ങളും ഇവിടെയുണ്ട്. നമ്മളിന്ന് പത്രങ്ങളിലും വാർത്തകളിലും കാണുന്നത് ഇന്ത്യയുടെ കാഴ്ചപ്പാടിലെ അതിർത്തിയെ പറ്റി മാത്രമാണ്. ചൈനയുടെ കാഴ്ചപ്പാടിലെ അതിർത്തി ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇന്ന് പ്രശ്നം നടക്കുന്ന ഗാൽവാൻ അടക്കമുള്ള പ്രദേശങ്ങൾ 1962 യുദ്ധത്തിൽ ചൈന പിടിച്ചടക്കിയതാണ്. എന്നാൽ അന്ന് അവരുടെ കാഴ്ചപ്പാടിലെ അതിർത്തിക്കിപ്പുറമുള്ള പ്രദേശങ്ങൾ ഒടുവിൽ അവർ ഇന്ത്യക്ക് വിട്ടുവന്നു. അന്ന് ചൈന പിടിച്ചെടുത്ത അക്സൈ ചീൻ പ്രദേശത്തിന്റെ അവകാശം പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ ഇന്ത്യ എന്തായാലും തയ്യാറല്ല. ഇത്തരം പ്രശ്നങ്ങളുടെ കൂടെ ലേ, ലഡാക്ക്, അക്സൈ ചീൻ എന്നിവയുടെ ഭൂമിശാസ്ത്രപരമായ ബുദ്ധിമുട്ടുകൾ കൂടി ചേരുമ്പോൾ വ്യക്തമായ ഒരു അതിർത്തി എന്നത് ഇനിയും കുറച്ചു കാലത്തേക്ക് കൂടെ ഒരു സ്വപ്നമായി തന്നെ തുടരാനാണ് സാധ്യത. വ്യത്യസ്തമായ ഒരു ഭരണരീതി നിലനിൽക്കുന്നുണ്ടാകാം ചൈന വളരെ അഗ്രസീവായ രാജ്യമാണ്. ലോകത്തെ വൻ ശക്തിയാവുക, ഒന്നാം നമ്പർ രാജ്യമാകുക എന്നീ വ്യക്തമായ ലക്ഷ്യങ്ങൾ ചൈനയ്ക്കുണ്ട്. തങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പല രാജ്യങ്ങളുമായും ചൈനയ്ക്ക് അതിർത്തി തർക്കമുണ്ട്. ഇന്ത്യയുടെ അക്സൈ ചീൻ മാത്രമല്ല, അരുണാചൽ പ്രദേശും തങ്ങളുടെ ടിബറ്റിൻ്റെ ഭാഗമാണ് എന്നാണ് ചൈന പറയുന്നത്. ചൈന ആദ്യ ആക്രമണം നടത്തിയ സ്ഥലങ്ങളുടെ പ്രാധാന്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഗാൽവാൻ, പാങ്ങോങ്, ഹോട്ട് സ്പ്രിങ്സ് എന്നീ 3 സ്ഥലങ്ങളുടെ അവകാശത്തിന്മേലാണ് ഇപ്പോഴത്തെ അതിർത്തി തർക്കം. കാരക്കോറം റേഞ്ചിലുള്ള ഗാൽവാൻ താഴ്വര 1962 യുദ്ധത്തിൽ ചൈന പിടിച്ചടക്കിയതാണ്. എന്നാൽ അന്ന് വലിയ ഉപയോഗമൊന്നും കാണാത്തതുകൊണ്ട് ചൈന ഇന്ത്യക്ക് ഇത് തിരിച്ചു നൽകി. ഇന്ത്യ ചൈന അതിർത്തി ഏതാണ്ട് 3000-4000 കിലോമീറ്റർ നീളമുള്ളതാണ്. തർക്കഭൂമിയായതിനാൽ ഒരു കൃത്യമായ അളവ് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഇത്രയും വലിയ അതിർത്തിയിൽ എന്തിനായിരിക്കും ചൈന ഇപ്പോൾ ഇങ്ങനൊരു നീക്കം നടത്തുന്നത്? അരുണാചൽ പ്രദേശ്, സിക്കിം തുടങ്ങിയ മേഖലകളിൽ ഭൂമിശാസ്ത്രപരമായും സൈനികമായുള്ള മേൽക്കൈ ഇന്ത്യക്കുണ്ട്. UPA സർക്കാരിൻ്റെ കാലത്തും തുടർന്ന് ഇപ്പോൾ മോഡി സർക്കാരിൻ്റെ കാലത്തും ലേ, ലഡാക്ക് പ്രദേശത്ത് ഇന്ത്യ സൈനികപരമായിട്ട് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മൻമോഹൻ സർക്കാർ ദൗലത് ബേഗിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തുള്ള എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത് തൊട്ട് നരേന്ദ്രമോദി സർക്കാർ ലേയും ദൗലത് ബേഗും കണക്ട് ചെയ്ത് DSDBO റോഡ് അഥവാ ഡർബുക് ഷിയോക്ക് ദൗലത് ബേഗ് ഓൾഡി റോഡും ഗാൽവാനിലും മറ്റും പാലങ്ങൾ നിർമ്മിച്ചതുവരെ ഇത് നീളുന്നു. മാത്രമല്ല, നമ്മുടെ ഏറ്റവും മികച്ച സേനാ വിമാനങ്ങളായ മിഗ്, സുഖോയ് തുടങ്ങിയ അപ്പാച്ചി ഹെലികോപ്റ്റർ വരെ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത് ഈ മേഖലയിലാണ്. ദൗലത് ബേഗിലെ പോലെ മറ്റ് 6ഓളം അഡ്വാൻസ്ഡ് ലാൻഡിംഗ് സ്ട്രിപ്പുകൾ ഇന്ത്യ ചൈനീസ് അതിർത്തിയോട് ചേർന്ന് കഴിഞ്ഞ 10 വർഷത്തിനിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ അത്യാധുനിക സൗകര്യമുള്ള ബങ്കറുകൾ ഉൾപ്പെടെ പല രഹസ്യ നിർമ്മാണങ്ങളും ഇന്ത്യ ഈ മേഖലയിൽ നടത്തുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. സ്വാഭാവികമായും ഇന്ത്യ അക്സൈ ചീൻ പിടിച്ചെടുക്കാൻ പടയൊരുക്കം നടത്തുന്നതാണെന്ന് ചൈന സംശയിക്കുന്നുണ്ടാകാം. ഇന്ത്യയുടെ കയ്യിൽ നിന്നും ചൈന പിടിച്ചടക്കിയ അക്സൈ ചീനിലേക്കുള്ള ഏറ്റവും പ്രധാന വഴിയാണ് ഗാൽവാൻ. ഗാൽവാൻ, പാങ്ങോങ് മേഖലകൾ പിടിച്ചടക്കിയാൽ ഇന്ത്യയുടെ റോഡ് വ്യവസ്ഥയും സൈനിക നീക്കങ്ങളും വ്യക്തമായി നിരീക്ഷിക്കാനും വേണമെങ്കിൽ തിരിച്ചാക്രമിക്കാനും ചൈനയ്ക്ക് കഴിയും. ഗാൽവാൻ പിടിച്ചടക്കിയാൽ അവിടെ നിന്ന് വളരെ എളുപ്പം ചൈനയ്ക്ക് ദൗലത് ബേഗ് കീഴടക്കാൻ പറ്റും. ദൗലത് ബേഗിൽ നിന്നും വളരെ കുറച്ച് ദൂരം മാത്രമേ കാരക്കോറം റേഞ്ച് വഴി പാകിസ്ഥാന്റെ കയ്യിലുള്ള ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പ്രദേശത്തേക്കുള്ളൂ. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ ഗ്ലേഷ്യറിലേക്കുള്ള സപ്ലൈസ് എല്ലാം ഇന്ത്യ കൊണ്ടുപോകുന്നത് ദൗലത് ബേഗ് വഴി തന്നെയാണ്. സിയാച്ചിൻ ഗ്ലേഷ്യർ വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. പാക് ഒക്കുപൈഡ് കാശ്മീരിനെയും അക്സൈ ചീനെയും വേർതിരിക്കുന്നത് മാത്രമല്ല, സിയാച്ചിനിലെ ഇന്ത്യൻ സാന്നിധ്യം ചൈനയ്ക്ക് മേലും പാകിസ്ഥാന് മേലും ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കായിട്ട് ഒരു മേൽക്കൈ തരുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടാണ് 1984 ഓപ്പറേഷൻ മേഘദൂത് വഴി ഇന്ത്യ സിയാച്ചിൻ പിടിച്ചടക്കിയതും ഇത്രയും പണച്ചെലവിൽ അത് ഹോൾഡ് ചെയ്യുന്നതും. The state will permit you to provoke the army out into the streets. The state will permit you to enter the National Reserve and even steal their gold, but there is one thing they cannot abide. They cannot allow you to find out their secrets. ഏതൊരു രാജ്യത്തിൻ്റെയായാലും സൈനിക ശക്തിയെ പറ്റിയുള്ള വിവരം അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിക്കാറ്. എങ്കിലും ലഭ്യമായ കണക്കുകൾ വെച്ച് 1-2 കാര്യങ്ങൾ മാത്രം തൽക്കാലം പറയാം. ടെക്നോളജിയുടെ കാര്യത്തിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ഇന്ത്യയെക്കാളും വളരെ മുന്നിലാണ്. ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റിൻ്റെ 3 ഇരട്ടിയോളം വരും ചൈനയുടെ ഡിഫൻസ് ബഡ്ജറ്റ്. വൻതോതിൽ ആധുനികവൽക്കരണം നടത്തുന്ന ഒരു സൈന്യമാണ് ചൈനയുടേത്. എന്നാൽ ചൈന നടത്തിയ അവസാന യുദ്ധം രേഖകളിൽ 1979 വിയറ്റ്നാം യുദ്ധമാണ്. 1999 കാർഗിൽ യുദ്ധത്തിന് ശേഷവും നമ്മുടെ സൈന്യം സ്ഥിരമായി തീവ്രവാദികളോടും പാകിസ്ഥാൻകാരോടും ഏറ്റുമുട്ടാറുണ്ട്.
അങ്ങനെയാണെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം. ഇതുമാത്രമല്ല റഷ്യ, ജപ്പാൻ, US, നേപ്പാൾ, ഫ്രാൻസ്, UK ഇങ്ങനെ പല രാജ്യങ്ങളുമായും ഇന്ത്യ സ്ഥിരം സൈനികാഭ്യാസങ്ങൾ നടത്താറുണ്ട്. ഇത്തരം ജോയിൻ്റ് എക്സർസൈസുകൾ ചൈനയും ധാരാളം നടത്താറുണ്ടെങ്കിലും ലഭ്യമായ കണക്ക് വെച്ചിട്ട് ഇന്ത്യ തന്നെയാണ് കൂടുതൽ മുന്നിൽ. ലോകത്തിലെ 1-ാം നമ്പർ രാജ്യമാകാൻ മത്സരിക്കുന്നവരാണ് അമേരിക്കയും ചൈനയും. ഈ അടുത്ത കാലത്ത് ഇന്ത്യ അമേരിക്കയുമായി കൂടുതൽ അടുക്കുന്നത് ചൈനയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതൊഴിവാക്കാനായിട്ട് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെ തങ്ങളുടെ വശത്തേക്കാക്കി ഇന്ത്യയെ വരിഞ്ഞു മുറുക്കി സമ്മർദ്ദത്തിലാക്കാനാണ് ചൈനീസ് തന്ത്രം. സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന പേരിൽ ഇന്ത്യൻ ഓഷനിൽ ചൈന നടത്തുന്ന തുറമുഖ നിർമ്മാണങ്ങളും ഓൺ റോഡ് ഓൺ ബെൽറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് നേപ്പാളിലേക്കും മ്യാൻമാറിലേക്കും പാകിസ്ഥാനിലേക്കുമൊക്കെ ചൈന നിർമ്മിക്കുന്ന റോഡുകളും ഈ ലക്ഷ്യം കൂടെ മുൻകൂട്ടി കണ്ടിട്ടാകണം. ശ്രീലങ്കയിലെ ഹമ്പൻതോത്ത, മ്യാൻമാറിൻ്റെ ഭാഗമായ ക്യോപ്ക്യൂ, മലേഷ്യയുടെ മലാക്ക, കെനിയയിലെ മൊംബാസ, ആൻഡമാന് സമീപമുള്ള കൊക്കോ ദ്വീപുകൾ എന്നിവിടങ്ങളിലെല്ലാം ചൈന ഇപ്പോൾ തന്നെ തുറമുഖങ്ങളും എയർ സ്ട്രിപ്പുകളും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും ഇന്ത്യയെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന നേപ്പാളിനെ പറ്റിയിട്ടാണ്. ഈ അടുത്ത കാലത്ത് ചൈന നേപ്പാളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ട്രാൻസ് ഹിമാലയൻ എക്കണോമിക് കോറിഡോർ എന്ന പേരിൽ ടിബറ്റിൽ നിന്ന് നേപ്പാളിലേക്ക് റോഡും മറ്റ് സൗകര്യങ്ങളും നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ചില സ്ഥലങ്ങൾ തങ്ങളുടേതാണെന്ന് വാദിച്ചുകൊണ്ട് നേപ്പാൾ ഒരു ബില്ല് പാസ്സാക്കിയിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ നീക്കത്തിൽ ചൈനയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതും പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. ഇതൊക്കെ നോക്കിയാൽ ടാക്ടിക്കൽ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ചൈന ഇന്ത്യയേക്കാൾ ബഹുദൂരം മുന്നിലാണ്. ചൈനീസ് ആപ്പുകളും ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ നിരോധിക്കണമോ എന്ന് ചോദിച്ച് ഞങ്ങൾ നടത്തിയ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും പറഞ്ഞത് വേണമെന്ന് തന്നെയാണ്. എന്നാൽ ഇത്തരമൊരു നിരോധനം കൊണ്ടുവന്നാൽ അതുകൊണ്ട് ഇന്ത്യക്ക് എന്തൊക്കെ ദോഷമാണ് ഉണ്ടാവുക? ചില കണക്കുകളും വാദങ്ങളും നിരത്തി നമുക്കിതൊന്ന് കീറിമുറിച്ച് പരിശോധിച്ച് നോക്കാം. ചൈനയുടെ ഇറക്കുമതിയിൽ 1% മാത്രമേ ഇന്ത്യയിൽ നിന്ന് പോകുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ഇറക്കുമതിയുടെ 14% ചൈനയിൽ നിന്നാണ് വരുന്നത്. ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ ഒരു ട്രേഡ് നിരോധനം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇത് ഇന്ത്യക്ക് വരുത്തിയേക്കും. മാത്രമല്ല മരുന്ന് വ്യവസായം, ഇലക്ട്രോണിക്സ് തുടങ്ങി നമ്മൾ മുന്നിട്ട് നിൽക്കുന്ന പല മേഖലകളിൽ പോലും അസംസ്കൃത വസ്തുക്കൾ ചൈനയിൽ നിന്ന് വരണം. ഇത് നിരോധിച്ചാൽ മരുന്നിന് പോലും ഇന്ത്യയിൽ വില കൂടും. ഇതിനു പുറമെ ഇന്ത്യക്ക് ഫ്രീ ട്രേഡുള്ള ആസിയൻ കൺട്രികളുമായിട്ട് ചൈനയ്ക്ക് വൻ വ്യാപാര ബന്ധമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചൈനയ്ക്ക് ഈ രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് അവരുടെ സാധനങ്ങൾ എത്തിക്കുകയും ചെയ്യാം. നമ്മൾ കൂടുതൽ വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രം. നമ്മുടെ പല കമ്പനികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കുമുള്ള ഫണ്ട് ചൈനീസ് നിക്ഷേപകരാണ് തരുന്നത്. ഇന്ത്യൻ കമ്പനികളായ പേടിഎം തൊട്ട് ബൈജൂസ് ആപ്പ് വരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാകുകയും പല ചെറിയ കമ്പനികളും പൂട്ടിപ്പോവുകയും ചെയ്യുമെന്നല്ലാതെ മറ്റൊരു ഗുണവും ഞാനിതിൽ കാണുന്നില്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തപ്പോൾ നമുക്ക് എടുത്തു പറയാൻ ചർക്ക പോലൊരു ഉൽപ്പന്നം ഉണ്ടായിരുന്നു. ചർക്ക വലിയൊരു അടയാളമായിരുന്നു അന്ന്. വിദേശ വസ്ത്രങ്ങളില്ലെങ്കിലും ഇന്ത്യക്കാർക്ക് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള അടയാളം. അത്തരമൊരു സിമ്പലാണ് ഇന്ന് നമുക്കില്ലാതെ പോകുന്നത്. ചിലർ പറയുന്നത് പോലെ സ്വയം പര്യാപ്തത ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരമൊരു നീക്കം നടത്താൻ നമുക്ക് കഴിയുകയുള്ളൂ. എന്നാൽ 1930 പോലെയല്ല ഇന്നത്തെ ലോകം. ചൈനീസ് പ്രോഡക്റ്റുകൾ ബാൻ ചെയ്താൽ പിടിച്ചു നിൽക്കാനുള്ള സ്വയം പര്യാപ്തത ഇന്ന് ഇന്ത്യക്കില്ല. About 30% households in India are yet to have access to electricity. എന്നാൽ ഇന്നത്തെ ലോകം ആഗോളവൽക്കരണത്തിലും ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതികളിലും അടിയുറച്ചതാണ്. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളുമായി സമ്പർക്കമില്ലാതെ പുരോഗതി നമുക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. ക്യൂബയിൽ സംഭവിച്ചതും ഇതുതന്നെയാണ്. അതുകൊണ്ട് 100% സ്വയം പര്യാപ്തത എന്നത് തിയറിയിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ നമുക്ക് എന്തായാലും കൂടിയേ തീരൂ. എന്നാൽ ഇങ്ങനെ ആഗോളതലത്തിൽ വ്യാപാരം നടത്തുമ്പോൾ അവിടെ ചൈന പോലൊരു ഭീമൻ്റെ സാന്നിധ്യം നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ചൈനീസ് ഉൽപ്പന്നങ്ങൾ നിരോധിക്കണമെന്ന് പറയുമ്പോൾ ചൈനയുടെ ഈ സ്വാധീനം എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയായാലും ഒരു ട്രേഡ് യുദ്ധം കൊണ്ട് രണ്ടു കൂട്ടർക്കും നഷ്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. 1962 ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. അതുകൊണ്ട് രണ്ട് ലോകശക്തികൾ തമ്മിൽ പോരടിക്കുമ്പോൾ അത് ഈ ലോകത്തെ തന്നെ എങ്ങനെ മാറ്റുമെന്ന് പ്രവചിക്കാൻ പോലും നമുക്ക് കഴിയില്ല. 2 ലോകയുദ്ധങ്ങൾ യൂറോപ്പിനെ പഠിപ്പിച്ചതും ഇതുതന്നെയാണ്. എത്രയൊക്കെ പറഞ്ഞാലും സമാധാനം നിലനിൽക്കുന്ന ഒരു ലോകത്തിന് തന്നെയാണ് കൂടുതൽ ഭംഗി. രാജ്യസുരക്ഷ സംബന്ധിക്കുന്ന ഒരു ഹോട്ട് ടോപ്പിക്കായതിനാൽ പല വിവരങ്ങളും നമുക്ക് ലഭ്യമല്ല. അതിനാൽ ലഭ്യമായ കണക്കുകളുടെയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഈ വീഡിയോ. എന്തെങ്കിലും കാര്യം ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ മെച്ചമാക്കാനും എന്തെങ്കിലും ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യാനും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് വഴിയോ ഇമെയിൽ ചെയ്തോ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ